ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോണത് കുംഭമേളത്തിനാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് കുംഭമേളം നടക്കുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ കുംഭമേളം നടക്കുന്നത്. അതും നമ്മുടെ തിരുനാവായ ഭാരതപ്പുഴയെ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് തന്നെ. അങ്ങനെ ഒരു താൽക്കാലികമായിട്ട് അവിടെ ഒരു പാലമൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിൽ കൂടിയാണ് കയറിപ്പോണ്ടത്. നല്ല വെയിലായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു. കുറേ ജനങ്ങളുണ്ടായിരുന്നു. എല്ലാവരും എന്താണെന്ന് നമ്മൾ പോകണ അന്ന് തന്നെയാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പിന്നെ മെയിനായി പോയതുകൊണ്ട് കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെയിൽ ഫുള്ള് നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് ഫുൾ ടാൻ അടിച്ചിട്ടുണ്ടാവും ഏകദേശം. ആൾക്കാരെല്ലാവരും കുട പിടിച്ച് ചൂടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് വെറൈറ്റി ആക്കിയതാണ്. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷമാണ് പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നല്ല തിരക്കാവുന്ന അറിയുന്നത് കൊണ്ടാണ് നേരത്തെ തന്നെ പോയിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആൾക്കാരെല്ലാവരും രാവിലെ തന്നെ വന്നിരിക്കുന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോയത്. എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളൊരു കുറച്ച് ബാക്കിലായിരുന്നു. പക്ഷെ നമുക്ക് പരിപാടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കാണുന്നത് തന്നെ. എന്താ സംഭവം എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ അത് പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഒരു വെറൈറ്റി പരിപാടിയായിരുന്നു. കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിലേറെ രസമായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഈ ഒരു പരിപാടി കാണാനായിട്ട് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിരുന്നിരുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കുറേ ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി അത്രയും ദൂരം വന്നല്ലോ എന്നുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ എന്തായാലും നല്ല ഒരു അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു. അതെന്തായാലും നാളെയും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ ഈ പരിപാടി ഉണ്ടാവും. ഫെബ്രുവരി 3 വരെയാണ്. അപ്പോൾ ഇനിയും കാണാൻ പോവാത്തവരുണ്ടെങ്കിൽ നാളെ തന്നെ പോയി കാണുക. എന്തായാലും മിസ് ചെയ്യരുത് ഈ ഒരു പരിപാടി. എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൽ വന്നത് നമ്മളത് കണ്ടിട്ടില്ല, അത് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു നഷ്ടമാണ്. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അവരെയൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടി കൃഷ്ണനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്താണ് നമുക്കതൊരു സംഭവം, യഥാർത്ഥ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ആ ഒരു സംഭവം നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ കുറേ വലിയൊരു ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ സമയത്തിന് ശേഷമാണ് ക്യൂവിൽ നിന്നത് തന്നെ. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചാൽ പോയി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.